ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല തേയിലത്തോട്ടത്താൽ ചുറ്റപ്പെട്ട ഒരു കുഞ്ഞ് ഹോം സ്റ്റേ, തൊട്ടടുത്ത് തന്നെ സ്വന്തമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കുഞ്ഞ് വാട്ടർഫോൾസൊക്കെ ഉണ്ട്, ഒരു അരുവിയൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി കുളിക്കാം. ചുറ്റും മനോഹരമായ കാഴ്ചകളാണ്, കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ, പച്ചപ്പും ഹരിതാപം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇതൊക്കെ സമ്മാനിക്കുന്ന ഒരു അടിപൊളി കുഞ്ഞ് ഹോം സ്റ്റേ. ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള പരുന്തുംപാറയിൽ സൺറൈസൊക്കെ കാണാൻ പോകാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോയിലുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുറന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ ഒരു എൻട്രൻസ് കേട്ടോ. നമുക്ക് ആക്ച്വലി താഴത്തെ മുറിയാണ് ഇത്. മുകളിൽ വേറെയും മുറികളുണ്ട്, മൊത്തം 3 മുറികളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആകെ അത്രയും പേരെ വരത്തുള്ളൂ അതനുസരിച്ചിട്ട്. അപ്പോൾ പ്രൈവസിക്ക് അത്യാവശ്യം പ്രൈവസി ഉണ്ട്. ഇത് നമ്മുടെ പരുന്തുംപാറയ്ക്ക് തൊട്ടടുത്താ കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും നിയറസ്റ്റ് ലാൻഡ്മാർക്ക് എന്നൊക്കെ പറയാം. നല്ല കിട്ടിലെ ഏരിയ കേട്ടോ, ഫുൾ തേയിലത്തോട്ടമാണ്. അടുത്തടുത്ത് ചെറിയ ചെറിയ റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ കാണുന്നുണ്ട്, നല്ല രസമുള്ള. പരുന്തുംപാറയുടെ തൊട്ടടുത്താ കേട്ടോ. എനിക്കൊന്ന് അതൊരു ടീ ഫാക്ടറി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ റൂം. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കിച്ചൺ ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വേറെ മുറികളുണ്ട്. എല്ലായിടത്തും നല്ല വ്യൂ ആണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്താ, അപ്പോൾ ജസ്റ്റ് നമുക്ക് മുകളിലത്തെ റൂംസും കൂടെ ഒന്ന് കാണാം. നമ്മൾ താഴത്തെ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ റൂമിന് ഇവിടെ ജസ്റ്റ് ഒരു ഇരിക്കാനൊക്കെ ആയിട്ടൊരു ലിവിങ് ഏരിയ പോലെ ഉണ്ട്. പിന്നെ ഇതൊരു ബെഡ്റൂം, പിന്നെ ടി വി. ഇത് മൊത്തത്തിലാണോ ഈ ഇത് കൊടുക്കുന്നത്? അല്ല, സെപ്പറേറ്റ് ആണ്. ഇതിനകത്ത് ബാത്റൂം, ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഓക്കെ, അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ്. നമ്മുടെ താഴത്തേനെക്കാട്ടും കുറച്ചുകൂടെ വലിയ വാഷ്റൂമാണ്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടല്ലേ, ഇരിക്കാനായിട്ട് കുറച്ചുകൂടെ സ്പേസ് ഉള്ളൊരു ബാൽക്കണി ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് ഇരിക്കുക, കുറച്ച് സ്പേസ് ഒക്കെ വേണമെങ്കിൽ ഇതെടുക്കാം. മുകളിലൊരു റൂമും കൂടെ ഉണ്ട് നമുക്ക്. ഇതാണ് അങ്ങനെ. ആ റൂമിൻ്റെ ആക്സസ് എങ്ങനെയാണ്? ഹോളിൻ്റെ ബാൽക്കണിയാണ്. ഇവിടെ ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലേ, മിനി ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഓക്കെ, ഫാമിലിയൊക്കെ ആയിട്ട് എടുത്താൽ അടിപൊളിയായിരിക്കും. ഇതുവഴി തന്നെ. ഓക്കെ, മുകളിലൊരു എ ഫ്രെയിം പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇത് ബെഡ്റൂം അല്ലേ? അതെ, ഇതാണ് ഏറ്റവും മുകളിലത്തെ ഒരു എ ഫ്രെയിം ടൈപ്പ് റൂം കേട്ടോ. അപ്പോൾ ഇവിടെ എ സി ഉണ്ട്, താഴത്തെ റൂമിൽ എ സി ഇല്ല. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം എല്ലാം ഏകദേശം ഒരുപോലെയാണ്. എനിക്കൊന്ന് താഴത്തെയാണ് ഏറ്റവും ചെറുതെന്ന് തോന്നുന്നു, ബാക്കിയെല്ലാം വലുതാണ്. ഇവിടുത്തെ ബാൽക്കണിയും നല്ല വലിപ്പം, അത്യാവശ്യം സ്പേസ് ഉള്ളത്. അപ്പോൾ ഇത്ര ദൂരം കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വാട്ടർഫോൾസ് കാണാം. കൊള്ളാം. ഇവിടെ നിന്നാണ് എനിക്കൊന്ന് കുറച്ചുകൂടെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇരിക്കാം. ഈ ഒരു റൂം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ഈ ഒരു 2 റൂംസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബാൽക്കണി കിട്ടും. പക്ഷേ ഇവിടെ ജസ്റ്റ് ആ റോഡിൻ്റെയും മുൻപിലുള്ള ഒരു വ്യൂ, അതായത് നമ്മുടെ പാർക്കിംഗ് ഏരിയയും തൊട്ടപ്പുറത്ത് ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു വ്യൂ ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. കൊള്ളാം. ഇപ്പോൾ ഈ ഒരു സ്റ്റേയുടെ അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ എന്താണെന്ന് പെട്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഫോട്ടോസൊക്കെ ഉള്ള. അപ്പോൾ ഇത് നോക്കിയാൽ മതി. നിങ്ങൾ താല്പര്യമുള്ളത് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കിയോ വീഡിയോ. അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മാപ്പ് പോലെ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂംസ് കേട്ടോ. അതാണ് നമ്മുടെ ഹോം സ്റ്റേ. ചൗവിലടക്കുന്ന റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതുവഴി കറങ്ങാൻ, മെയിൻ റോഡിൽ കൂടെ കറങ്ങി ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം, ചെറിയ ഒരു വെള്ളച്ചാട്ടം, ഒരു അരുവി പോകുന്നത്. എനിക്കൊന്ന് ഇവിടെ അവർ ചെക്ക് ഡാം പോലെ ഇങ്ങനെ വന്ന് വീഴുന്നതാണ്, അത്രേ ഉള്ളൂ. ശരിക്കും ചെക്ക് ഡാം ഒന്നുമില്ല. ഇവിടെ മുള്ളമ്പന്നിയുടെ മുള്ളു കിടക്കുന്നു. നല്ല തണുത്ത വെള്ളമായിരിക്കും ഉള്ളതല്ലേ. വെള്ളച്ചാട്ടം താഴെയാടാ. സ്മാർട്ട് ബോയ്സ്. അവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഇവിടെ കുഴപ്പമില്ല, പക്ഷെ അവിടെ ഇത്തിരി തെന്ന്. അവിടെ എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല, വേറെ വല്ല വഴിയുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ
സ്റ്റേയിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചകൾ കേട്ടോ. സമയം ഒരു 6:30 അടിപൊളി ഒരു ഫീലുണ്ട്. മഴ പെയ്യുമെന്നറിയില്ല, എന്തായാലും പറ്റുവാണെങ്കിൽ പരുന്തുംപാറ ഒന്ന് പോയി നോക്കണം. നല്ല കോടയും നല്ല തണുപ്പുമായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. ഈ പരുന്തുംപാറയുടെ പല ഭാഗങ്ങളിലും നല്ല കാറ്റുള്ള സ്ഥലങ്ങളായതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. കാരണം ഇതേപോലെ ഓപ്പണായിട്ടുള്ള സ്പേസ് ഒരുപാടുണ്ട്. അവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അതിൻ്റെ സൗണ്ട് എപ്പോഴും കേൾക്കാം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലൗഡ് സീ ഹോം സ്റ്റേയിലെ നമ്മുടെ സ്റ്റേ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ആ ഒരു തൊട്ടപ്പുറത്ത് തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലൊക്കേഷൻ, കിട്ടില്ല ലൊക്കേഷൻ, കിട്ടില്ല ആംബിയൻസ്. അപ്പം ഇപ്പോൾ കറണ്ട്ലി ഈ ഒരു കുട്ടിക്കാനം പരുന്തുംപാറ സ്ട്രെച്ചിലൊക്കെ നല്ല ക്ലൈമറ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയൊക്കെ പെയ്യുമ്പോൾ ഇപ്പോഴും ഇതാ ഡ്രിസ്ലിംഗ് ഉണ്ട് കണ്ടോ. പിന്നെ ഒരു വാട്ടർഫോൾസ് ഇവിടെ തന്നെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കുളിക്കാം. ഇതിൻ്റെ അടുത്ത് വേറെയും വാട്ടർഫോൾസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും പോയി കുളിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ ഇല്ല എന്നുള്ളത് ഒരു കുറവായിട്ട് നമുക്കിവിടെ തോന്നത്തില്ല. കാരണം നമുക്ക് നല്ല നാച്ചുറൽ വാട്ടർഫോൾസിൽ കുളിക്കാം. അവിടെ ഒരു സ്ട്രീമായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കൂടുതലും ഈ പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്ന ഏരിയ ആണ് അങ്ങോട്ട്. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ടീ ഫാക്ടറി ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം. പിന്നെ ഇതൊരു ഡെഡ് എൻഡ് പോലത്തെ ഒരു ഏരിയ ആണ് ഇവിടെ ഈ റോഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൈവസിയാണ്, കിട്ടില്ലം പ്രൈവസിയാണ്. നമുക്ക് ഈ ഒരു സ്റ്റേയിൽ തന്നെ ആക്ച്വലി 3 റൂംസ് മാത്രമേ ഉള്ളൂ. മുകളിൽ വേറെ ഫാമിലിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അവർക്കും നമുക്കായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ അത് ആക്ച്വലി ഒരു കിടിലം എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, ഇവിടെ ഇപ്പോൾ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആസ് യൂഷ്വൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ റിസോർട്ടുകളിലും വൈഫൈ ഒക്കെ ഉണ്ട്. ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ, ചെറിയൊരു ഹോം സ്റ്റേ ആ ഒരു മോഡലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ നിന്ന് ഡിന്നർ ഇവിടെ നിന്ന് കഴിച്ചില്ല. മറ്റൊന്നുമല്ല, ഞങ്ങൾ ഇന്നലെ ഫുൾ ബാർബിക്യൂ ഒക്കെ അവിടെ തന്നെ ചെയ്തത്. ഇവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു തന്നു. അവരുടെ കിറ്റൊക്കെ നമുക്ക് തന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ ചിക്കൻ മാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ വേറെ ഡിന്നർ ഓർഡർ ചെയ്തില്ല. അപ്പോൾ ഇവിടെ ഡിന്നർ വേണമെങ്കിൽ അവർ നല്ല ഹോംലി ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു. അവർ ഏതൊരു വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്ന കേട്ടോ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും തോന്നില്ല. കാരണം കിട്ടുന്ന ആംബിയൻസ് ആണ്, അത് തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ്. നമുക്കങ്ങനെ ഒട്ടും എന്താ പറയുക, മടുപ്പൊന്നും തോന്നത്തില്ല. ഞങ്ങൾ ബൈക്കിൽ വരാനിരുന്നതാണ്. പക്ഷേ ഒരാളുടെ ബൈക്കിന് ഒരു ചെറിയ ഇഷ്യൂ വന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കാറിൽ മാറ്റിയതാണ്. അല്ലെങ്കിൽ കുറേ സ്ഥലത്തൊക്കെ ഇനി ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡ്രിസ്ലിംഗ് ആയിട്ട്. എന്നാൽ ഹെവി റെയിനും അല്ല ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. വേറെ അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും എടുത്ത് പറയാൻ തോന്നിയില്ല. നമ്മൾ ഈ ഒരു ബിൽഡിംഗ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചനും നമുക്ക് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അല്ലെങ്കിൽ കിച്ചൺ നമുക്ക് പറ്റത്തില്ല. നമുക്ക് കഴിക്കാൻ നേരത്ത് മാത്രമേ നമുക്ക് തുറന്ന നേരത്തുള്ളൂ. അപ്പോൾ അത് ഒന്ന് ഓർത്തുക. റേറ്റ് പറഞ്ഞില്ല. ഇത് ആക്ച്വലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഞങ്ങളെടുത്ത് ഈ റൂമിന് 4500 4 പേർക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. എക്സ്പെൻസീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം കിടിലം ആംബിയൻസ് ആണ്. നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. നടന്നു പോയി കാണാനൊക്കെ ആയിട്ട് കുറേ ഏരിയാസ് ഉണ്ട്. പിന്നെ പരുന്തുംപാറ തൊട്ടടുത്താണ്. വേണമെങ്കിൽ കുട്ടിക്കാനം അങ്ങനെയൊക്കെ യാത്ര ചെയ്ത് പോവാം. പിന്നെ പെരിയാർ ടൈഗർ റിസർവിലൊക്കെ പോവാം. പിന്നെ പട്ടുമല എന്ന് പറഞ്ഞിട്ട് പട്ടുമല ചർച്ചുണ്ട്. പട്ടുമല ഭാഗത്തോട്ടൊക്കെ പോവാം. അപ്പോൾ ഇങ്ങനെ കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ എനിക്കൊണ്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് വളരെ റിലാക്സ് ചെയ്ത് സ്റ്റേ ചെയ്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലൗഡ് സീ ഹോം സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻസിൽ ഷെയർ ചെയ്യുക. വീഡിയോസൊക്കെ തുടർന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.